ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ലവ് ജിഹാദ് ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ട്. കാരണം പാർലമെന്റിൽ പറഞ്ഞ കണക്കിനെ കുറിച്ചിട്ട് ഒരുപാട് ന്യായീകരണങ്ങളും ഉത്തരങ്ങളും തന്നതാണ്. ഞാൻ നേരെ സൂചിപ്പിച്ചല്ലേ, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതിലെ വ്യാഖ്യാനം വരാത്തത് കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ വിഷമങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ ഉത്തരം പറയുന്നത് വിവിധ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ കുറ്റങ്ങൾ, അത് സൈബർ കുറ്റമായാലും ഏത് കുറ്റമായാലും ശരി, പോക്സോ കേസായാലും ശരി, നമ്മുടെ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുത്തരം പറയുക. ഇങ്ങനെയൊരു നിയമത്തിൻ്റെ വ്യാഖ്യാനം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കതിന് വിവരം കിട്ടുന്നില്ല. അതിന് ഞങ്ങളും പറയുന്നത് അത് ഭാവിയിൽ ആ നിയമം വരും. പക്ഷെ അത് ഈ സംഭവം ഇല്ല, അതുകൊണ്ട് ഇതില്ല എന്ന് പറയാൻ സാധ്യമല്ല. മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ച പ്രസംഗം അത് നിങ്ങൾ കേട്ടിട്ടില്ല? ലവ് ജിഹാദ് പറയുന്നുണ്ടോ? അത് മറ്റൊരു രീതിയിലാണ് പറഞ്ഞത്. കൺവേർഷനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. അല്ല, അതിന് ഇത്തരമൊരു വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു മതത്തിനെതിരല്ല. മത തീവ്രവാദികൾക്ക് മതവും ഇല്ല, മനുഷ്യത്വവും ഇല്ല. മത തീവ്രവാദികളെ മതവുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് മതവും ഇല്ല, മനുഷ്യത്വവും ഇല്ല. അവരെല്ലാം അതുകൊണ്ടല്ലാണല്ലോ അവർ കൂട്ടക്കൊല നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. മതേതര വിവാദം ഇതില്ല. ഇത് ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ലവ് ജിഹാദ് ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായും. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയം നടിച്ച് കുട്ടികളെ വശത്താക്കി തീവ്രവാദ പ്രവർത്തനത്തിന് അവരെ പ്രേരിപ്പിക്കുക. അതാണല്ലോ നിങ്ങളെ തിരുവനന്തപുരം കൂടുതൽ പോകണ്ടല്ലോ. ഒന്ന് പോയിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് പോയിട്ട് ആ വീട്ടിൽ പോയി അന്വേഷിച്ചാൽ അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനില്ല. ആടിനെ മേക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. ആട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. അങ്ങനെ പലരും ആടിനെ മേക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളായിട്ട് തർക്കിക്കേണ്ട ആവശ്യമില്ലത്. ഈ ചെയ്യുന്ന സംഘടനകത്ത് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും അക്കാര്യം സംശയം ഉണ്ടെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് ലിസ്റ്റുകൾ ധാരാളമുണ്ട്. നേരത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റുകളാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് വളരെ വിശദമായിട്ടാണ് ലേഖന പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. അഡ്രസ്സും അവരെ ജാതകം പോലും അക്കാര്യത്തിൽ കൊടുത്തു. അല്ല, ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു പട്ടികയില്ല, അങ്ങനെ ഒരു വിവരം ഇല്ല എന്ന് ചേട്ടൻ തന്നെ നേരത്തെ പറയുന്നു. പിന്നെ എങ്ങനെയാ? അല്ല, അത് ആയിക്കോട്ടെ, കാരണം അതിന്റെ കാരണം എന്നതാണെന്ന് വിശദീകരിച്ചു. ഇനി അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിനെക്കുറിച്ച് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. അത് ശരിയാണ്. ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങളുടെ അഭിപ്രായമല്ല പറഞ്ഞ ലവ് ജിഹാദ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു തന്നല്ലേ പ്രസംഗത്തിന്. അല്ല, അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമപ്രവർത്തകരാണല്ലോ. ഞാൻ സൂചിപ്പിച്ചല്ലോ സ്ഥലം പോയി ഒന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണല്ലോ നമ്മൾ പ്രധാനം. ഒന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിന് അടുത്ത് പോയിട്ട് അന്വേഷിച്ചാൽ അതിൻ്റെ ആക്ച്വൽ വിവരം കിട്ടും. എല്ലാവരും ആർക്കും ഇതിപ്പോൾ ആർക്കും അറിയാത്ത എല്ലാവരും റിപ്പോർട്ട് ചെയ്ത പത്രത്തിൽ വാർത്ത വന്നത്, കണക്ക് വന്നത്, എല്ലാം വന്നതാണ്. അറിയാത്തത് അല്ല, എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോലെ ഇത് നേരത്തെ എല്ലാം പുറത്ത് അല്ലല്ല. ഓരോ സംഘടനകളും ഇപ്പൊ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചാണ് ഓരോ സംഘടനകളെ കണക്ക് അവതരിപ്പിക്കുന്നത്. ഓരോ സംഘടനകളും അതെങ്ങനെ മുഖവിലേക്ക് എടുക്കും? സംഘടനകൾ ഇഷ്ടമുള്ള കണക്ക് പറയാം, ആർക്കും എന്ത് കണക്കും പറയാം. ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള പറയുന്ന കണക്കല്ലേ നമുക്ക് വിശ്വാസം എടുക്കാൻ പറ്റും. എന്തുകൊണ്ട് ഗവൺമെന്റ് മാത്രമേ അനുസരിക്കാൻ പറ്റുമെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ട് പറയാൻ പറ്റും? ഏതാ ഗവൺമെന്റ് പറയുന്നത്? അല്ലല്ല, അത് രണ്ടും രണ്ടാം. സംഘടന പറയുന്ന കണക്കിന് ഗവൺമെന്റ് പറയുന്ന കണക്കിന് രണ്ടും രണ്ടാം. എനിക്ക് അതിനോട് യോജിപ്പില്ല. അതെങ്ങനെ എടുക്കാം? ഗവൺമെന്റ് പറയുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതെങ്കിൽ അത് ഞാൻ അതിന്റെ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. വിശദീകരണം ആവശ്യമില്ല.